സന്തോഷം. അതായത് ടീച്ചർ ഇപ്പം ഈ പറയുന്നതിനകത്ത് ഒരുപാട് വാലിഡ് പോയിന്റ്സ് ഉണ്ട്. അതിനകത്ത് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന സമയത്ത് ഒരാൾ ജന്മം എടുക്കുന്ന സമയത്ത് ഒരുപാട് പർപ്പസ് ഉണ്ട് അല്ലെ. ഈ പർപ്പസ്, ഈ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ അടുത്ത തലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ തലങ്ങളിലേക്ക് പോകാതെ പല ആൾക്കാരും ആ ലക്ഷ്യത്തിലേക്ക് പോകാതെ വഴിയിൽ ഒരുപാട് ബ്ലോക്ക് ഉണ്ടാവും. ഈ ബ്ലോക്കേജ് മാറ്റാൻ തന്നെ വൺ ഓഫ് ദ ഒരു മെയിൻ റീസൺ തന്നെയാണ് നമ്മുടെ ഈ പരദേവത കണ്ടുപിടിക്കുക, കുലദേവത കണ്ടുപിടിക്കുക, ധർമ്മദേവത, അല്ലെങ്കിൽ ഈ പറയുന്ന ദേവത ആരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ പൂർണ്ണമായിട്ടും പലരും പല സ്ഥലങ്ങളിലാണെങ്കിലും മാനസിക സങ്കല്പത്തിൽ കൂടെ നമ്മൾ അർപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 100% അവർക്കൊരു വഴി ഉണ്ടാവും. കാരണം ഈ കു എന്ന് പറയുന്നത് ഭൂമിയാണെങ്കിൽ ഭൂമി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പൂർവിക പരമ്പര നമുക്കുണ്ട് അല്ലെ. ഈ പൂർവിക പരമ്പരയിലേക്ക് കുലദേവത പരമ്പര ഇല്ലാതെ വരാൻ പറ്റില്ല. കുലദേവത അറിയില്ല എന്ന് ഈസി ആയിട്ട് എല്ലാവർക്കും പറയാം. പക്ഷെ നല്ലൊരു ജ്യോതിഷനെയോ നല്ലൊരു ദൈവജ്ഞനെയോ കണ്ട് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് പല പ്രശ്നങ്ങൾക്കും ഇതിലൊരു പരിഹാരം കിട്ടും. ബാക്കി ജാതകവും ബാക്കിയെല്ലാം സെക്കൻഡറി. ഈ നമ്മുടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന ദേവതയെ നമ്മൾ കണ്ട് ടീച്ചർ പറഞ്ഞ പോലെ മാസത്തിലോ വർഷത്തിലോ അല്ലെങ്കിൽ പോയി കാണുകയോ എന്തെങ്കിലും സമർപ്പിക്കുകയോ അല്ലെങ്കിൽ പൂജയോ അല്ലെങ്കിൽ എന്താണെന്ന് ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരും. വലിയ ജീവിതത്തിൽ വലിയൊരു ചേഞ്ചസ് വരും. ടീച്ചർ ഈ പറയുന്ന 3 ദേവതാ സങ്കല്പം പലർക്കും അറിയാൻ പറ്റുന്ന പരദേവത എന്നറിയാം. എല്ലാരും വിചാരിച്ചിരിക്കുന്ന കുലദേവത, പരദേവത, ധർമ്മദേവത ഒന്നാണെന്നുള്ളതാണ്. ഇന്ന് വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ടീച്ചർ കൊടുത്തു എന്താണെന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ അമ്മ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ അമ്മയുടെ അമ്മയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുടുംബ പരമ്പരയിൽ യോഗീശ്വര സങ്കല്പമോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ അവരായിരിക്കാം, അറിയില്ല. സോ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം സാധാരണ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? കുറെ ഡൗട്ട് എല്ലാവർക്കും തോന്നാം. അതെ അതെ അത് പിന്നെ കണ്ടുപിടിച്ചതിന് ശേഷം തന്നെ പലർക്കും ഇതൊക്കെ അറിയുന്നുണ്ട്. കുറച്ച് ഒരു വിഭാഗങ്ങൾ മാത്രമേ നമ്മുടെ അടുത്ത് നോക്കാൻ വരുന്നതിൽ ഇത് എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയാത്തതുള്ളൂ. രണ്ടിനും രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതില് പിന്നെ സ്ഥിരമായിട്ട് ഇത് കൃത്യമായിട്ട് എങ്ങനെയാണോ അതേപോലെ ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ അടുത്ത് വരാറില്ല. അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് നടന്നു പോകും. പിന്നെ വേറൊരു വിഭാഗം ഇത് ചെയ്യുന്നുണ്ടാകും. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം ഇന്ന സ്ഥലത്താണ്, ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് തന്നെയാണ് ഉള്ളത്, അവിടെ ഒരു കാവ്, പിന്നെ ഞങ്ങളുടെ പണ്ട് വലിയ തറവാടായിരുന്നു, ഇപ്പൊ ഈ ഏരിയയിലുള്ളവര് മുഴുവനും ഞങ്ങളുടെ ഫാമിലിയിൽ പെട്ടവർ തന്നെയാണ്, ഞങ്ങളുടെ ഇളയമ്മയുടെ മക്കളാണ്, അച്ഛന്റെ ചേട്ടന്റെ മക്കളാണ്, അവരുടെ മക്കളാണ് എന്നൊക്കെ പറയും. അതായത് ഒരു ഫുൾ ഏരിയ അവരുടേത് തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ തന്നെ ഒരു കാവോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രമോ എന്തെങ്കിലും ഒന്നുണ്ട്. ഇവര് എല്ലാ വർഷവും അവിടെ പൂജ ചെയ്യുന്നുണ്ട്. അങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്, അങ്ങനെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്ന് പറയും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പരിഭവം കാണുകയും ചെയ്യും. ഇത് വലിയ ഡൗട്ടാണ്. ഒരുപാട് പേര് വന്നിട്ട് പറയുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ കാലത്ത് ഇത് വലിയ, ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ 10 ഏക്കറോ 20 ഏക്കറോ ഒക്കെ ആയിട്ടുള്ള വലിയ ഭൂസ്വത്തിന്റെ ഉടമകളായിട്ടുണ്ടാകാം. പിന്നീട് തലമുറ വരുംതോറും ഈ പറഞ്ഞ പോലെ കുടുംബങ്ങളും വർദ്ധിച്ചാണ് വരുന്നത്. ഷെയർ ചെയ്ത് പോയിട്ട് ഈ 1 ഏക്കർ ഭൂമി ഈ ദേവതയുടെ ആരാധനയ്ക്ക് വേണ്ടിയും അതിന്റെ ചെലവിന് വേണ്ടിയും അതല്ലെങ്കിൽ ഈ ദേവതയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും ആദ്യ കാലഘട്ടത്തിൽ. അത് മുഴുവൻ ദേവസ്വം എന്ന് പറയാം, ദേവന്റെ സ്വത്ത്, ദേവസ്വം ഭൂമി എന്ന രീതിയിൽ. ദേവസ്വം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വിചാരിക്കുക പുറത്തുള്ള ഏതെങ്കിലും ക്ഷേത്രഭൂമി എന്നാണ്. അല്ല, നമ്മുടെ തറവാടിന്റെ തന്നെ ഈ നമ്മുടെ പരദേവതയ്ക്ക് വേണ്ടിയിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും അത്. പിന്നീട് ഇത് ഷെയർ ചെയ്ത് വരുമ്പോൾ ഇവര് ഷെയർ ചോദിക്കണില്ല, ചോദിക്കാനാക്കാതിരിക്കാണ് നല്ലത്. അപ്പോ ഈ പരദേവത നമ്മളോടൊന്നും ഷെയർ ചോദിക്കണില്ലല്ലോ. അപ്പൊ ഇതിനെന്തിനാ ഇത്രയും ഭൂമി, എന്തിനാ കാട് കയറി ഇട്ടേക്കണത്? അതിൽ നിന്ന് ഇത്രയും ഏരിയ നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് എടുക്കാമല്ലോ. കുറച്ച് ഇങ്ങനെ വീതിച്ച് വന്നിട്ട് 1 ഏക്കർ ഭൂമിയിൽ വസിച്ചിരുന്ന ഒരു അമ്മ 1 സെന്റിനകത്ത് അല്ലെങ്കിൽ 1 സെന്റിലും കുറഞ്ഞ സ്ഥലത്ത് 1 ചതുരത്തിനകത്ത് താമസിക്കേണ്ടി വരിക ചെയ്യുന്നത്. അപ്പൊ ആ അമ്മയുടെ മനോഭാവം എന്തായിരിക്കും? എത്രത്തോളം അവരെത്ര മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് മാനസികമായിട്ട് എത്രത്തോളം അസ്വസ്ഥരാകുന്നു. ആ അസ്വസ്ഥത മുഴുവനും ഈ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കും. കാരണം ഇത് നമ്മൾ പറയുന്ന നമ്മളുടെ അമ്മയുടെ ഒരു അസ്വസ്ഥത എന്ന് പറയുന്നത് മാതിരിയിലുമല്ല, ഇത് വളരെയധികം ചൈതന്യവത്തായിട്ടുള്ളതാണ്. മനുഷ്യരും ഈശ്വരന്മാരും തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം ചൈതന്യമുള്ളവരാണ് അവര്. നമുക്കത് താങ്ങാൻ പറ്റില്ല.
അവര് ഇതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവര് ബുദ്ധിമുട്ടിക്കുന്നതല്ല, അവരുടെ ഈ എനർജിയുടെ വൈബ്രേഷൻ നമ്മളിലേക്ക് എത്തും. അവരുടേതാണല്ലോ നമ്മള്. അപ്പൊ നമുക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോഴാണ് രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും മറ്റു കലഹങ്ങളായിട്ടും ഒക്കെ ആ കുടുംബങ്ങളിലെല്ലാം സംഭവിക്കുന്നത്. അതല്ലാതെ എന്റെ മക്കളെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, അവരുടെ ആ ഒരു അസ്വസ്ഥതയാണ്. അപ്പൊ ഇതിനെ ഇങ്ങനെ ചുരുക്കി വെക്കണം. അതേപോലെ തന്നെ നിവേദ്യത്തിന്റെ അളവ്, ഇപ്പൊ നിവേദ്യം ഇന്നൊന്നും നിവേദ്യം ആർക്കാ പായസം വേണ്ടത്, ആർക്കാ ഈ നിവേദ്യം വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നിവേദ്യത്തിന്റെ അളവ്, നേരത്തെ ഒരു പറ അരിയിട്ട് വർഷത്തിൽ ഒരിക്കലായിരിക്കാം ചെയ്യുന്നത്, അന്ന് ഒരു പറ അരിയുടെ നിവേദ്യം ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ആർക്കും വേണ്ടല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു നാഴി അരിയായിരിക്കും നിവേദ്യമായിട്ട് കൊടുക്കുന്നത്. ശരി. അപ്പൊ ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇവര് ചെയ്യുന്നുണ്ട്, ഇവരുടെ കണക്കിൽ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, മാസത്തിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വർഷത്തിൽ ചെയ്യുന്നുണ്ടെന്ന് പറയും. പക്ഷേ അത് എങ്ങനെയാണ് അത് തൃപ്തികരമല്ലാതെ വരുന്നത്? കാരണം ഇത്രയും ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നു, ഇതിൽ മുഴുവൻ വിഹരിച്ചിരുന്നു. അതിനെ മുഴുവൻ ചുരുക്കി ഒരു ചെറിയൊരു ചതുരത്തിനകത്തേക്ക് വെക്കുമ്പോൾ ഉണ്ടാകുന്ന, നമ്മളെ എങ്ങനെയാണോ അതേപോലെ മാറ്റിയെടുത്താൽ നമുക്കുണ്ടാകുന്നത് അതേ അസ്വസ്ഥതയാണ് ഇവിടെയും ഉണ്ടാകുക, അതിലും വലുതാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോ അവരുടെ ഒരു അപ്രീതി ഉണ്ടാകും. പിന്നെ ഇനിയിപ്പോ നിവർത്തിയില്ലല്ലോ, എന്താ ഇതിന് പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശരിക്കും ഇത് ഈ ഷെയർ ചെയ്യുന്ന സമയത്ത്, തറവാട് സ്വത്തൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് പഴയ കാലത്ത് ചെയ്തിരുന്നതും അങ്ങനെയാണ്. തറവാട് ആർക്കാണോ കിട്ടുക ഷെയർ ചെയ്യുമ്പോൾ, ഒന്നുകിൽ ചില സമുദായത്തില് ചില ജാതി വിഭാഗത്തിൽ മൂത്ത ആൾക്കായിരിക്കും, ചിലർക്ക് ഏറ്റവും ഇളയ ആൾക്കായിരിക്കും. ആർക്ക് തന്നെയാണെങ്കിലും ഈ പറയുന്ന സർപ്പക്കാവിൻ്റെതായാലും പരദേവതയ്ക്ക് വേണ്ടിയിട്ടുള്ളതായാലും അവരുടെ ഷെയർ വലിയൊരു വിഭാഗം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് മാത്രമേ ഷെയർ ചെയ്തിരുന്നുള്ളൂ. അത് ഈ ഭൂസ്വത്തിൽ ഷെയർ ചെയ്യാൻ പാകത്തിനുള്ള ഭൂമിയിൽ അത് കണക്കാക്കിയിരുന്നില്ല. അത് സെപ്പറേറ്റ് ആയിരിക്കും. കണക്ക് നോക്കുമ്പോൾ ഈ അനിയന് അല്ലെങ്കിൽ മൂത്തയാളുടെ പേരിലൊക്കെ ആയിരിക്കാം ഇത് എഴുതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനെ മാറ്റി വെച്ചിട്ട് മാത്രമാണ് ബാക്കിയുള്ള സ്വത്താണ് ഷെയർ ചെയ്തിരുന്നത്. ഇതിൽ കൈവച്ചിരുന്നില്ല. അതിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാനോ അതിലെ കയ്യേറ്റം നടത്തുവാനോ ഒന്നും ഈ ആൾക്കും, തറവാട് കൈയാളുന്ന ആൾക്കും അതിൽ കയ്യേറാൻ അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പോ അതാണ് ചെയ്യേണ്ടത്. ഇനിയായാലും ഇതിനു മുന്നേ ഉള്ള ആൾക്കാരായാലും ചെയ്യേണ്ടിയിരുന്നത് അതൊക്കെ ആയിരുന്നു. ഇത് അറിയാതെയാണ് പല ആൾക്കാരും പലതും ചെയ്യുന്നതും. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഇവർ അനുഭവിക്കുന്നുണ്ട്. ഈ എനർജി താങ്ങാൻ പറ്റാതെ പല സംഭവങ്ങളായിട്ട് ഇതിന്റെ ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഒരുപാട് അലയുമ്പോഴേ ഒന്നും കിട്ടണമെന്നില്ല. ഫൈനലി നല്ലൊരു വ്യക്തിന്റെ അടുത്തെത്തും. അപ്പോഴാണ് ഇതിനൊരു, അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.